ഷിർക്കിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആ പണ്ഡിതന്മാരെക്കുറിച്ച് ഒരു ജാഗ്രതയില്ല. അവർ വിളിക്കുന്നിടത്തേക്കൊക്കെ പോവുക. നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞു പൊലിപ്പിച്ചിട്ട് ജനങ്ങളുടെ മനസ്സുകളിലേക്ക് വലിയ പ്രതീക്ഷകൾ കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മഹ്ലറത്തുൽ ബദരിയ, മഹ്ലറത്തുൽ ഖാദിരിയ, അറിവിൻ നിലാവ്, നൂറെ ഹബീബ്, ഇങ്ങനത്തെ കുറേ പ്രോഗ്രാമുകൾ ഉണ്ടാക്കിയിട്ട് വലിയ പറമ്പിലേക്ക് ക്ഷണിച്ച് അവിടെ വന്നാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിക്കിട്ടും, നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയും, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും, കടം വീടി കിട്ടും, സാമ്പത്തിക ലാഭം നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങളുടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ ഈ മജ്ലിസ് വന്നിലിരിക്കൂ, അവിടെ ഇരുന്ന് നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടും എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് കൊട്ടക്കണക്കിന് പൈസ അവിടെ നിന്നിട്ട് പിരിക്കുകയും ചെയ്യും. പക്ഷെ അവിടെ ഇരുന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെയുള്ള കഥകളാണ്. വ്യക്തികളിലേക്ക് ക്ഷണിച്ച്, ജാറങ്ങളിലേക്ക് ക്ഷണിച്ച്, മക്ബറകളിലേക്ക് ക്ഷണിച്ച്. ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡുണ്ട് നാട്ടിൽ. അതായത് ഒരു മഹലിലെ സ്ത്രീകളെ പ്രധാനമായിട്ടും ഓലൊക്കെ കൂടി ടൂർ എന്നും പറഞ്ഞുകൊണ്ട് ടൂറിസ്റ്റ് ബസ് കയറ്റി കൊണ്ടുപോവുക. എന്നിട്ട് കയറ്റി കൊണ്ടുപോയിട്ട് അങ്ങ് മറ്റേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുമുള്ള മുഴുവൻ ജാറങ്ങളിലേക്കൊരു ടൂറ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇവർ കരയുന്നു, പറയുന്നു. അള്ളാൻ്റെ വീട്ടിൽ അള്ളാൻ്റെ അടുത്ത് നിന്ന് നമസ്കരിക്കുമ്പോൾ കിട്ടാത്ത ഭക്തി ദർഗകളിലും ജാറങ്ങളിലും മക്ബറുകളിലായിട്ട് കിട്ടണം. അപ്പോൾ ഇതൊന്നും നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്കോ സ്ത്രീകൾക്കോ അറിയില്ല. ഇവർ കൊണ്ടുപോകുമ്പോൾ ഇവർ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം എന്താണ്, അവിടെ കൊണ്ടുപോയി പൈസ ഇട്ടുക, നമ്മൾ ആഗ്രഹങ്ങൾ നേടിക്കിട്ടും, എന്ത് പ്രശ്നം കടം വീടിക്കിട്ടും, ദുരിതങ്ങളും പോയി കിട്ടും, എല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകളെ ഇതുപോലെയുള്ള ഷിർക്കിലേക്ക് കൊണ്ടുപോകുന്ന പല സദസ്സുകളും പലതുമുണ്ട്. ഇപ്പം നിങ്ങൾ നോക്ക്, ഒന്ന് ജാറാണെങ്കിൽ ഇത് ഇപ്പുറത്ത് മറഞ്ഞ കാര്യങ്ങൾ അറിയണ ആളാണ് ആയിരിക്കുന്നത്. അത് തങ്ങളായാലും ബീവി ആയാലും അവിടെ ചെന്നോളി, പ്രശ്നത്തിന് പരിഹാരം കിട്ടും. എന്നിട്ട് അവരെന്താണോ കൊടുക്കുന്നത്, അത് മോതിരാണെങ്കിൽ അതിട്ടാൽ അത് ഇന്നോടുകൂടി എൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും പോകുന്നതാണ് പിന്നെ വിശ്വസിക്കുന്നത്. അവരിഞ്ഞെന്തെങ്കിലും ഊതി ജപിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് കുടിച്ചാൽ എൻ്റെ രോഗങ്ങളൊക്കെ മാറുന്നു. അവർ കെട്ടിക്കൊടുക്കണ വല്ല ഉറുക്കു ഏലസും മന്ത്രച്ചരടുകളും ഉണ്ടെങ്കിൽ അതോടുകൂടി എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറുന്നു. അതേപോലെ തന്നെ അവർ എന്താണോ പറയണത്, അവർ ചിലപ്പോൾ മുട്ടം എന്തെങ്കിലും എഴുതും, അത് എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടുക, അങ്ങനെ വെക്കുക. ഇങ്ങനെ പറഞ്ഞിട്ട് പണം വാങ്ങിയിട്ട് ജനങ്ങളെ ഈ രൂപത്തിൽ ചൂഷണം ചെയ്യുന്ന ചൂഷകന്മാർ യഥാർത്ഥത്തിൽ സമൂഹത്തിലുണ്ട്. സത്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് വന്നത്? അന്ധവിശ്വാസങ്ങളുടെ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടാണ്. അത് പൊട്ടിച്ചെറിയുന്ന ഖുർആൻ്റെ പ്രയോഗം വയലഉ അൻഹും മിസ്റഹും വല്ലഗ്ലാൽ അല്ലത്തി കാനത് അലൈഹിം എന്നാണ്. അവർക്ക് മേൽ പുരോഹിത വർഗം ഭാണ്ഡങ്ങളായി നിറച്ചു വെച്ച ഭാരങ്ങളെ ഇറക്കി വെക്കാനാണ് റസൂലുള്ള വന്നത്. മന്ത്രവും ക്ഷുദ്രവും ആഭിചാരവും കൂടോത്രവും മാരണവുമായി ഒരു സമൂഹം പിശാച്ച് പൂജയിലും സേവയിലും ജീവിക്കാൻ, അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ വന്നു. വല്ലഗ്ലാലല്ലത്തി കാനത് അലൈഹിം, അവരെ ബന്ധിപ്പിച്ച അന്ധവിശ്വാസങ്ങളുടെ ചെങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിയാനാണ് ആ പ്രവാചക നിയോഗം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിൽ നിന്ന് ഈ സമൂഹത്തെ എന്ത് ചെയ്യാണ്, ഇങ്ങനത്തെ എന്തെങ്കിലും വസ്തു ഉപയോഗിച്ചാൽ, വെള്ളം കുടിച്ചാൽ, ചരട് കെട്ടിയാൽ നിങ്ങളെ രോഗമൊക്കെ കൂടി മാറിക്കിട്ടുമെന്ന് പറഞ്ഞിട്ട് പല ശിർക്കൻ പ്രവണതകളെയും ഇവർ പ്രൊമോട്ട് ചെയ്യണത് അർത്ഥത്തിൽ ചെയ്യണം.